எப்படா கையில வந்துட்டு Who are you? മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്നത് അല്ലെ. സംഭവം എന്താണെന്നുള്ളത് ഒട്ടുമിക്ക പേർക്കും അറിയുന്നുണ്ടാകും. ഒരു പറ്റം സീനിയേഴ്സ് വിദ്യാർത്ഥികളിൽ നിന്നും ലിബിൻ എന്ന് പറയുന്ന പയ്യന് നേരിടേണ്ടി വന്ന അതിക്രൂര റാഗിങ്ങിൽ അതിഭീകര വെർഷനാണതെന്ന് പറയാതെ വയ്യ. അതിന്റെ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ കാണിക്കാൻ അത് നിർവാഹമില്ല. കാരണം എക്സ്ട്രീം വയലന്റ് വീഡിയോ ആണ്, യൂട്യൂബിന് പോളിസിക്ക് എതിരാണ്. അതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ദൃശ്യങ്ങൾ കാണിക്കുന്നില്ല. പക്ഷെ ഞാൻ വിവരിച്ചു തരാം. വിവരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ തീവ്രത എത്രത്തോളം എന്നുള്ളത് മനസ്സിലാവും. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പയ്യനെ കെടുത്തിക്കൊണ്ട് അവന്റെ ദേഹമാസകലം കോമ്പസും കൊണ്ട് കുത്തുന്നു. സ്വാഭാവികമായിട്ടും ഈ കുത്തുന്ന സമയത്ത് ശരീരത്തിൽ മുറിവുണ്ടാകും അല്ലെ. നഗ്നനാക്കിയിട്ടാണ് ഇവന്റെ ശരീരത്തിൽ കോമ്പസ് കൊണ്ട് കുത്തുന്നത്. എന്തായാലും ഈ മുറിവുണ്ടാകുന്ന സമയത്ത് ആ മുറിവിൽ ഇവര് ലോഷം പുരട്ടും. നമുക്കറിയാം, മുറിവിൽ ലോഷം പുരട്ടുന്ന സമയത്ത് അതിന്റെ നീറ്റൽ എത്രത്തോളം ആയിരിക്കും. ആ നീറ്റൽ കാരണം ഈ പയ്യൻ നിലവിളിക്കുമ്പോൾ അവന്റെ വായിൽ ലോഷൻ ഒഴിക്കും. ഈ ലോഷൻ ഒഴിക്കുന്ന സമയത്ത് റാഗ് ചെയ്യുന്നവന്മാരിൽ ഒരുത്തൻ പറയുന്നുണ്ട് വായിൽ ലോഷനായാലും ഒരു കുഴപ്പമില്ല എന്ന്. അതുകൊണ്ട് മറ്റൊന്ന് നല്ലോണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങളായിരുന്നു കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ തന്നെ കേട്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അല്ലേ. അപ്പൊ അനുഭവിച്ചതിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയത് ഈ റാഗിങ്ങിനെതിരായിട്ടുള്ള പയ്യന്റെ കൂടെയുള്ളവർ ഒളിച്ചു നിന്ന് പകർത്തിയതൊന്നല്ല. ഈ റാഗിങ് ചെയ്യുന്നവന്മാർ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ്. എന്നിട്ട് അവരത് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടതായിരുന്നു. പക്ഷെ കയ്യിൽ നിന്ന് പോയി. സംഭവം സോഷ്യൽ മീഡിയയിൽ എത്തി വൈറലായി. അങ്ങനെയാണ് ഈ വാർത്ത സെൻസേഷനായി മാറുന്നത്. ഇതെല്ലാം നടക്കുന്നത് കോളേജിന്റെ ഹോസ്റ്റലിൽ വെച്ചാണ് കേട്ടോ. എന്നിരുന്നാലും വാർത്ത വൈറലായതോടെ കോളേജിന്റെ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ പുറത്തേക്ക് വരാൻ തുടങ്ങി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ആ ഹോസ്റ്റലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ലിബിന് നേരിട്ട രീതിയിലുള്ള റാഗിംഗ് ഒക്കെ പതിവാണത്രേ. അവിടെയുള്ള സീനിയേഴ്സ് എന്ന് പറയുന്നത് ഗുണ്ടകളെ പോലാണ് ഹോസ്റ്റലിൽ വലസുന്നത്. എല്ലാ ശനിയാഴ്ചയും ഇവന്മാർക്ക് വെള്ളമടിക്കണം. അതിനുള്ള പണം പിരിവിട്ട് നൽകേണ്ടത് ജൂനിയേഴ്സ് ആണ്. 850 രൂപയോളം നൽകണം. നൽകിയിട്ടില്ല എങ്കിൽ തീർന്നു മക്കളെ. പിന്നെ അതിക്രൂര റാഗിങ്ങിന് ഇരയാകേണ്ടി വരും. ചിലപ്പോൾ നൽകിയാലും ഇവരെടുക്കിടെ തോന്നുമ്പോൾ ഓരോരുത്തരെയും പിടിച്ച് റാഗ് ചെയ്യുന്നതാണ്. ഇവർക്ക് അതിനായിട്ടൊരു മുറയൊക്കെ ഉണ്ട്. അതിൽ ഡംബലുകളും കരിങ്കല്ലുകളും ഒക്കെ ഇവര് സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരുത്തിന് കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ എല്ലാരും കൂടി ചേർന്ന് അവനെ മുറിയിലിട്ട് പൂട്ടും. പിന്നെ അവനെ പൂർണ്ണ നഗ്നനാക്കി അവന്റെ ശരീരത്തിൽ ഡംബലുകൾ കയറ്റി വെക്കും. ശേഷം കോമ്പസ് കൊണ്ട് കുത്തും. അപ്പൊ വേദന കൊണ്ട് പൊളയുന്നത് കണ്ട് ഇവർ അട്ടഹസിക്കും. എന്നിട്ട് മാറിടത്തിൽ ക്ലിപ്പ് ഇടും. ഇതൊക്കെ ചെയ്യുമ്പോൾ വേദന കൊണ്ട് പൊളയുന്നത് കണ്ടിട്ട് ഇവർ നല്ലോണം രസിക്കുകയും ചെയ്യും. എന്നിട്ട് ദിവന്മാര് തന്നെ വീഡിയോ പകർത്തി ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യും. എന്തിനാണ്? ജൂനിയേഴ്സിന് പേടിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട്. അതാകുമ്പോൾ കൃത്യസമയത്ത് ഇവര് പൈസ കൊണ്ടേ കൊടുക്കല്. അങ്ങനെ ഈ രീതികൾ ഇങ്ങനെ പതിവായി ആവർത്തിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. ഈ ജൂനിയേഴ്സ് ആണെങ്കിൽ പേടിച്ചിട്ട് ഇതൊന്നും പുറത്തും പറയില്ല. കാരണം ഏതെങ്കിലും ഒരുത്തിന് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവന്റെ അധോഗതിയാണ്. പിന്നെ അവൻ ആ ഹോസ്റ്റലിൽ ജീവിക്കാതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ ജൂനിയർ പയ്യന്മാര് പേടിച്ചിട്ട് വീട്ടിൽ പോലും പറയത്തില്ല. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, ആ ഹോസ്റ്റലിൽ വാർഡനില്ലേ, സെക്യൂരിറ്റി ഇല്ലേ, അവരൊക്കെ എന്താ ചെയ്യുന്നതെന്ന്. അവർക്കൊന്നും മിണ്ടാൻ നിർവാഹമില്ല. കാരണം ഈ സീനിയേഴ്സിൽപ്പെട്ട കുറച്ച് അവന്മാർ SFI ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവന്മാർ എതിർക്കാൻ പോയി കഴിഞ്ഞാണെങ്കിൽ ജോലി തെറിപ്പിച്ചു കളയും. അതിനും ഭേദം ഒന്നും അറിയാത്ത പോലെ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. ഇതൊക്കെയായിരുന്നു അവിടെ കാലങ്ങളോളമായി ഹോസ്റ്റൽ അരങ്ങേറിയിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കാണുന്ന സമയത്ത് ഈ ക്യാമ്പസ് രാഷ്ട്രീയം അവസാനിപ്പിക്കണം എന്ന് തോന്നിപ്പോവാണ്. പലപ്പോഴും ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ മറവിലാണ് കോളേജുകളിൽ പല ഗുണ്ടായുസവും നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വിദ്യാർത്ഥി സംഘടനകളിലുള്ള കുട്ടികളെ എതിർക്കാൻ പ്രിൻസിപ്പലിനോ ആ കോളേജിൽ ആർക്കും തന്നെ അധികാരമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എതിർത്ത് കഴിഞ്ഞാണെങ്കിൽ ജോലി തെറിക്കും. പല കോളേജുകളിലും പ്രിൻസിപ്പലിനും മുകളിലാണ് വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികളുടെ റോൾ എന്ന് പറയുന്നത്. അവർ പറഞ്ഞതിനനുസരിച്ച് കോളേജിലെ പ്രിൻസിപ്പൾ നിന്നോളണം. വല്ലാത്തൊരവസ്ഥ നോക്കി നിങ്ങൾ. അതുകൊണ്ടൊക്കെ തന്നെയാണ് കേരളത്തിന് പുറത്തുള്ള കോളേജുകളിൽ ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിച്ചത്. ഉള്ളത് പറയാലോ, കേരളത്തിലും അത് നടപ്പിൽ വരുത്തണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നടക്കാനൊന്നും പോകുന്നില്ല. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ സമ്മതിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവർ വേദികൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഇത്തരം കോളേജുകളിൽ നിന്നാണല്ലോ. കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞാണെങ്കിൽ ഇവർ നേരെ രാഷ്ട്രീയത്തിൽ പോയി ചേരും. അപ്പൊ അതും കൂടി നിർത്തലാക്കി കഴിഞ്ഞാണെങ്കിൽ പിന്നെ രാഷ്ട്രീയ പാർട്ടികളിൽ കുട്ടികളെ കിട്ടുന്നത് കുറയാൻ തുടങ്ങും. അപ്പൊ പിന്നെ അവരെന്തായാലും അനുവദിക്കില്ല. അത് വേറെ കാര്യം. അപ്പൊ നമ്മൾ ബാക്ക് ടു ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ സംഭവ ദിവസം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ആ ദിവസം ഈ ക്രൂര മർദ്ദനത്തിനിരയാക്കപ്പെട്ട ലിബിൻ എന്ന് പറയുന്ന പയ്യന്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് ഈ പറഞ്ഞ ജൂനിയർ വിദ്യാർത്ഥികൾ എന്താക്കി, സീനിയേഴ്സിന് പൈസ കൊടുക്കാതെ ആ പൈസ കൊണ്ട് ഇവന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ ബർത്ത്ഡേ അല്ലേ, സീനിയേഴ്സ് ഇളവ് തരുമെന്ന് ഒരു മനസ്സിൽ കരുതി. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടക്ക് സീനിയേഴ്സ് അങ്ങോട്ട് ഇരച്ചു കയറി വരുന്നു. എന്നിട്ട് ആ ബർത്ത്ഡേ കുളമാക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് പണം തരാതെ നിങ്ങൾ ആരും ബർത്ത്ഡേ ആഘോഷിക്കേണ്ട എന്ന രീതിയിൽ പെരുമാറുന്നു. അങ്ങനെ പണം തരാത്തതിന് ചൊറുക്ക് തീർക്കാൻ വേണ്ടി ഈ ലിബിൻ എന്ന് പറയുന്ന പയ്യനെ അവിടെ കിടത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവന്റെ ശരീരത്തിൽ കോമ്പസ് കൊണ്ട് കുത്തുന്നു. ശരീരമാസകലം ലോഷൻ ഒഴിക്കുന്നു. അത് വീഡിയോ പകർത്തി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നു. ഇതാണ് ശരിക്കും അന്ന് അവിടെ നടന്നത്. എന്തായാലും സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ കോളേജ് അധികൃതർക്ക് ഈ റാഗ് ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ നടപടി എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഇനി റാഗ് ചെയ്തവന്മാരുടെ പേരുകൾ ഞാൻ പറഞ്ഞുതരാം. NS ജീവ, രാഹുൽ രാജ്, റിജിൽ ജിത്ത്, പിന്നെ വിവേക് ആൻഡ് സാമുവൽ.
ഈ പറയുന്ന 5 പേരെയാണ് കോളേജ് ഇപ്പോൾ സസ്പെൻസില്ല ഡിസ്മിസ് ചെയ്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നഴ്സിംഗ് കൗൺസിൽ ഭാരവാഹികൾ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. സംസാരിക്കുകയും അവരുടെ തുടർ പഠനം സാധ്യത ഇല്ലാതാക്കാനുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ കൗൺസിൽ എടുത്തിരിക്കുന്നത്. ആ തീരുമാനം കൗൺസിലിൻ്റെ പ്രധാനിയായ പ്രസിഡന്റിനെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ കൗൺസിൽ തീരുമാനം. കാരണം കോട്ടയത്ത് നടന്ന റാഗിങ് ഏറ്റവും ഹീനമായ പ്രവൃത്തിയാണ്. ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയെ ഞങ്ങൾ ഒരു കാലത്തും ന്യായീകരിക്കില്ല. അത്തരം ആൾക്കാർ നേഴ്സിംഗ് മേഖലയ്ക്ക് കടന്നു വരുന്നത് നേഴ്സിംഗ് മേഖലയ്ക്ക് ഒരു ദുരന്തമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇതൊരു സേവന മേഖലയും കൂടിയാണ്. ആ സേവന മേഖലയിൽ മനുഷ്യത്വവും ഔദാര്യമൊക്കെ ഉള്ളവരാണ് കടന്നു വരേണ്ടത്. ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവർ ഒരിക്കലും അതിന് അർഹരല്ല. അതുകൊണ്ട് തന്നെ അവരുടെ തുടർ പഠന സാധ്യത ഇല്ലാതാക്കാനുള്ള ഒരു തീരുമാനമാണ് ഇന്ന് കൂടിയ നേഴ്സിംഗ് കൗൺസിൽ എടുത്തിട്ടുള്ളത്. ആ തീരുമാനം പ്രസിഡന്റ് ഗവൺമെന്റിനെ അറിയിക്കേണ്ടതായിരിക്കും. തുടർ പഠനം എന്ന് പറഞ്ഞാൽ ഞങ്ങളാണല്ലോ രജിസ്ട്രേഷനും ബാക്കി കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ അത് കൊടുക്കാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ ഇല്ലാതെയാക്കിയത്. അത്ര രജിസ്ട്രേഷൻ ആയില്ലല്ലോ. അവർ പഠിക്കണം, അവരെ പരീക്ഷയാണല്ലോ, അതൊക്കെ നമ്മളാണല്ലോ നടത്തുന്നത്. അങ്ങനെ പരീക്ഷ നടത്തി വീണ്ടും അവരെ പഠിക്കാൻ ഞങ്ങൾ തുടരാൻ അനുവദിക്കണമല്ലോ. അതായത് ഈ കുട്ടികൾ തേർഡ് ഇയേഴ്സാണ്, അവരുടെ പരീക്ഷയാണ് ഉടനെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായി അവർ പരീക്ഷ എഴുതാനുള്ള കുട്ടികളാണ്. അപ്പോൾ അവരുടെ പരീക്ഷ അടക്കമുള്ള കാര്യങ്ങൾ, അതായത് ഹാൾ ടിക്കറ്റ് കൊടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, ഫെബ്രുവരിയോടുകൂടി പരീക്ഷ വരാനുള്ളതാണ് ഈ മാസം. അപ്പോൾ ഹാൾ ടിക്കറ്റ് കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ തടയാനും അവരുടെ തുടർ പഠനം ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ തുടർ പഠനത്തിൽ മുന്നോട്ട് പോകണ്ട എന്ന് കോളേജിൻ്റെ അധികൃതർ, പ്രിൻസിപ്പൾ ഇപ്പോൾ സസ്പെൻഷനിലാണ്. അപ്പോൾ കോളേജിൻ്റെ അധികൃതരെ അത് ഉടൻ തന്നെ അറിയിക്കാൻ സെക്രട്ടറി ചുമതലപ്പെടുത്തി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് അവരുടെ പഠനം നിർത്താനാണ് തീരുമാനം. ഓക്കെ, അതാണ് നല്ല തീരുമാനം. എന്തായാലും അതിന്റെ കൂട്ടത്തിൽ പ്രിൻസിപ്പളും കൂടെ സസ്പെൻഡ് ചെയ്തല്ലോ, അതും നല്ലൊരു തീരുമാനമായി. എന്തായാലും കുട്ടികൾ ഇത്രയൊക്കെ ചെയ്യുന്നത് അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്ന പ്രിൻസിപ്പളിന് ഇത് തന്നെ വേണം. ഇനി കുറച്ചു കാലം പ്രിൻസിപ്പൾ വീട്ടിലിരിക്കട്ടെ. എന്തുകൊണ്ടും അറിയിച്ച് തന്നെയാണ് കിട്ടിയത്. എന്നിരുന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് റാഗ് ചെയ്തവന്മാരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ മെയിൻ ആയിട്ട് രാഹുൽ ജിത്ത് എന്ന് പറയുന്നവനാണ് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ളത്. ഇവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ സൈഡിൽ കൊടുക്കാം. ഇവന്റെ ഇൻസ്റ്റാഗ്രാം പരിശോധിച്ചാൽ തന്നെ ഇവന്മാര് കുറെ സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിലൊന്ന് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ചെക്കന്മാർ ആർത്തും ഉല്ലസിക്കുകയാണ്. ഇത് മാത്രമല്ല, ചെക്കന്മാർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഇഷ്ടംപോലെ ദൃശ്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഇവരൊക്കെ മദ്യപിച്ച് റോട്ടിന് നടുവിൽ വെക്കുന്ന ഡാൻസ് കളിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. ഞാനത് സൈഡിൽ കൊടുക്കാം. മൊത്തത്തിൽ പറഞ്ഞ ഒരു അടിച്ച് പൊളി ലൈഫായിരുന്നു. ഇതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ആവേശം സിനിമയാണ് ഓർമ്മ വരുന്നത്. ആ സിനിമയിൽ അങ്ങനെയാണല്ലോ, കുട്ടേട്ടനും മക്കളും. അതിൽ കുട്ടേട്ടന്റെ പയ്യന്മാര് തൊട്ടതിനാണല്ലോ ജൂനിയേഴ്സ് ആയിട്ടുള്ള 4 ആൾക്കാരെ ഇവര് റൂമിൽ കൊണ്ടിട്ട് മർദ്ദിക്കുന്നത്. അങ്ങനെയാണല്ലോ ഇവന്മാര് രംഗണ്ണന്റെ കൂടെ കൂടുന്നത്. സിമിലർ അവസ്ഥ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആർത്തും ഉല്ലസിച്ചൊരു ജീവിതമായിരുന്നു അല്ലേ. ഇങ്ങനെ ജീവിക്കുന്നതിനിടയ്ക്ക് ഇവർ ഒരിക്കലും പോലും കരുതിയിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരിക്കൽ താൻ പിടിക്കപ്പെടുമെന്ന്. കോളേജിൽ പഠിക്കുന്ന ഇനി 2 കൊല്ലവും ഇങ്ങനെ ജീവിക്കാമെന്ന് ഇവർ കരുതി കാണും. അതാണ് പറഞ്ഞ് പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന്. കഴിഞ്ഞില്ല, ഇനി രാഹുൽ രാജിന് ഒരു മാസ സാധനം ഉണ്ട് മക്കളെ, നമുക്കൊന്ന് കണ്ടോക്കാം. ഒരു ഭയമില്ല, തൂക്കിയില്ലാതാ. ഇനി മരിക്കാൻ ഭയമുണ്ടോന്ന് മാത്രം നോക്കിയാൽ മതി. ജാതി മാസിലെ ബാക്കി കണ്ടോക്കാം. പക്ഷേ രണ്ടിനും മന്നാടിയാർക്ക് ഭയല്ല. ഒരുങ്ങിയിരുന്നോ നീ? എന്തൊരുങ്ങാന്? അല്ല, മന്നാടിയാർ ആരാണ്? നിന്റെ തന്തയോ? കള്ള ഹംക്ക്. മാസി ബീജം വിട്ട് സംഭവമൊക്കെ ഇറങ്ങിയതാണ്. ഇതൊക്കെ കാണുന്ന സമയത്ത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മർദ്ദനത്തിന് ഇരയാക്കപ്പെട്ട പയ്യന്റെ ഒരു വോയിസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അതൊന്ന് കേട്ടോക്കാം. ഇത് മറ്റേ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ ആയിരുന്നു. പക്ഷെ അതിങ്ങനെ അതൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു. നവംബർ എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതാക്കുമായിരുന്നു വെച്ച്. ഇത് ഒരു സമയം കഴിഞ്ഞാൽ വിളിക്കണേ, അവരുടെ റൂമിലോട്ട് ഇങ്ങനെ വിളിക്കുമായിരുന്നു. അപ്പൊ ഇത് നമുക്ക് റോൾ മറ്റേ ഒപ്പിന് സമയം 9 വരെ ഉള്ളു. അത് കഴിഞ്ഞിട്ടാണ് ഇവര് വിളിക്കണേ. വിളിച്ചോണ്ട് പോവാ. അല്ല, വരാൻ പറയും. അപ്പൊ നമ്മള് പോകും. നമ്മള് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് ഇതാക്കി നമ്മളെ ഉപദ്രവിക്കും. ആ വീഡിയോ തന്നെ ഇങ്ങനെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മൾ വീഡിയോ കിട്ടിയ ഇത് ആരയച്ചു കൊടുക്കുന്ന അതിൽ എന്റെ വീഡിയോ ഇങ്ങനെ അത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഫുള്ള് ഇതായിക്കൊണ്ടിരിക്കുക. അതിന്റെ ടെൻഷനിലായിരിക്കണം. കുറെ ഇത് ഒറിജിനൽ വീഡിയോ തന്നെ സംഭവിച്ച ബ്ലർ ചെയ്യാതെ ഇങ്ങനെ ഇട്ടേക്കണം. പാവമല്ലേ, ചെക്കൻ ആകെ തകർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് താൻ റാഗ് ചെയ്യപ്പെടുന്ന വീഡിയോ ഒക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കാണുമ്പോൾ അവന്റെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടും ഈ പയ്യന്മാരെ പഠന സാധ്യത ഇല്ലാതാക്കി എന്നുള്ള വാർത്ത കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നിപ്പോയി. കാരണം നമ്മൾ മുമ്പും റാഗിങ്ങുമായി ബന്ധപ്പെട്ട് പല വീഡിയോസും ചെയ്തതാണ്. മുമ്പ് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു പയ്യൻ വെറ്റിനറി കോളേജിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മെഹർ അഹമ്മദ് എന്ന് പറയുന്ന പയ്യൻ, +2 പഠിക്കുന്ന പയ്യൻ, റാഗിങ്ങിന് ഇരയായിട്ട്
ആയിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അവർക്ക് ആർക്കും നീതി ലഭിച്ചിട്ടില്ല. പക്ഷെ നേരെ മറിച്ച് ഇവിടെ ലിബിൻ എന്ന് പറയുന്ന പയ്യൻ ജീവിച്ചിരിക്കെ തന്നെ അവന് നീതി ലഭിച്ചല്ലോ. അവനെ ക്രൂര റാഗിങ്ങിന് ഇരയാക്കിയവരുടെ കരിയർ തന്നെ ഇല്ലാതായല്ലോ. അതൊക്കെ കാണുന്ന സമയത്ത് എന്തോ ഇവിടേക്കും ഒരു സന്തോഷം. എന്തായാലും ഇത് കേരളത്തിൽ എല്ലാ കോളേജുകൾക്കും ഒരു മാതൃകയാവട്ടെ. ഇനിയെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്യുന്ന പിള്ളേർ മനസമാധാനത്തോടെ കോളേജിൽ പോകട്ടെ അല്ലെ. സീനിയേഴ്സിനെ ഭയന്ന് ആദ്യത്തെ 2 വർഷം തള്ളി നീക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാവാതിരിക്കട്ടെ. അതിനൊരു കാരണമായി കോട്ടയം നഴ്സിംഗ് കോളേജിലെ സംഭവം മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.